അധികം ആളുകളിലേക്ക് എത്താതെ പോയ 2021 പുറത്തിറങ്ങിയ വെറും 40 മിനിറ്റ് മാത്രമുള്ള ഒരു ഗംഭീര ഷോർട്ട് ഫിലിം ആയിരുന്നു സമ്മർ ഗോസ്റ്റ്. ഞാൻ ഇപ്പോഴേ പറയാം, ഈ വീഡിയോ തുടർന്ന് കാണുന്നതിനേക്കാളും ആ പടം എടുത്ത് കാണുന്നതായിരിക്കും ഒന്നുകൂടെ എഫക്റ്റീവ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് എമോഷൻസ് ഉണ്ടാവല്ലോ, അതിന്റെ എല്ലാം അപ്പുറത്താണ് ഇത് ഡെലിവർ ചെയ്യുന്നത്. ട്രസ്റ്റ് മീ, എമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അതെന്തായാലും നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടും. അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നേരെ സിനിമയിലേക്ക് പോവാം. ദിസ് ഇസ് മാസ് ചില്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് സമ്മർ ഗോസ്റ്റ്. ടൊമോയ, അയോയി ആൻഡ് റിയോ ഇവർ 3 പേരും ഓൺലൈൻ ഫ്രണ്ട്സ് ആണ്. മുമ്പ് ഒരു തരത്തിലും പരിചയമില്ലാത്ത ഇവർ 3 പേരും എങ്ങനെ ഫ്രണ്ട്സായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഒരു പ്രേതമാണ്, ഒരു ഗോസ്റ്റ് ആണ്. അത് കേൾക്കുമ്പോൾ കുറച്ച് വിയർഡായിട്ട് തോന്നും, ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. ഇവരുടെ നാട്ടിൽ കുറച്ചങ്ങ് മാറി ഒരു പ്രത്യേക സ്ഥലത്ത് കുറെ ആളുകൾ ഈ ഒരു പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കുറെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറെ ഓൺലൈൻ ആർട്ടിക്കിൾസ് എല്ലാം വരുന്നുണ്ടായിരുന്നു. കണ്ടവരെല്ലാവരും സമ്മർ സീസണിലുമാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഓൺലൈനിൽ കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിച്ച് ഡിസ്കഷനിൽ വന്ന് അങ്ങനെയാണ് ഇവർ 3 പേരും ഫ്രണ്ട്സ് ആവുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവർ 3 പേരും നേരിട്ട് മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സിറ്റിയിൽ തന്നെയുള്ള ഒരു കഫേയിൽ ഇവർ 3 പേരും മീറ്റ് ചെയ്യുന്നു. അയോയി അവൾ ആദ്യം വന്നു, അതിന് പിന്നാലെ തന്നെ ടൊമോയ, അത് കഴിഞ്ഞ് നമ്മുടെ റിയോയും വന്നു. ഇവിടെ വെച്ചിട്ടാണ് ഇവർ 3 പേരും ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സമ്മർ സീസണിൽ മാത്രമേ ആ ഒരു ഗോസ്റ്റിനെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. സിറ്റിയിൽ നിന്ന് കുറച്ച് വെളിയിൽ നിൽക്കുന്ന ഒരു എയർപോർട്ട് ഉണ്ട്, വർക്കിംഗ് അല്ല, പഴയതാണ്. അതായത് ഉണ്ടാക്കിയ ശേഷം അത് പ്രോഫിറ്റബിൾ അല്ലാന്ന് കണ്ടപ്പോൾ അവരതിനെ പൂട്ടിയതാണ്. അപ്പോൾ ആ ഒരു പഴയ എയർപോർട്ടിന്റെ ഒരു റൺവേ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഗോസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞ് കൂടുതൽ പേരും പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി കണ്ട സമയത്ത് എല്ലാവരുടെ കയ്യിലും പടക്കങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. അതായത് വന്ന ആളുകൾ എന്തോ പടക്കം പൊട്ടിക്കുന്ന സമയത്തോ അങ്ങനെ എന്തൊക്കെയാണ് ഈ ഒരു പ്രയത്നം കണ്ടിരിക്കുന്നത്. കേട്ടത് പ്രകാരമാണെങ്കിൽ ആ ഒരു ഗോസ്റ്റ് ഒരു പെൺകുട്ടിയാണ്, നല്ല നീണ്ട മുടിയുള്ള കറുത്തൊരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. ആർട്ടിക്കിളിൽ കണ്ട ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ച് ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടൊമോയ അവൻ വരച്ച ചിത്രവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കക്ഷി ഒരു സുന്ദരിയായ പെൺകുട്ടിയാണല്ലേ എന്ന് പറഞ്ഞ് റിയോ. അപ്പൊ ടൊമോയ, ഞാൻ ആലോചിക്കുന്നത് നമുക്കൊന്ന് നേരിട്ട് അവിടെ ചെന്ന് നോക്കിയാലോ, ഇവർ ഈ പറയുന്ന ഈ ഒരു സമ്മർ ഗോസ്റ്റ് അവിടെ ശരിക്കും ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ഉറപ്പ് വരുത്താലോ. തുടർന്ന് ഇവരും കുറച്ച് കമ്പിത്തിരിയും തീപ്പെട്ടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആ ഒരു ഒറ്റപ്പെട്ട പഴയ ആ ഒരു എയർപോർട്ടിലോട്ട് ചെല്ലുക. അങ്ങനെ ഇവർ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അയോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇവള് വലിയ കാര്യത്തെ എടുത്തിയാടി വന്നു, പക്ഷേ ഇവൾക്ക് പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുണ്ട്. അതിന് റിയോ, ശരി എന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് പറയായിരുന്നില്ലടി, നമ്മളിപ്പോൾ നേരിട്ട് അതിനെ കാണാനാ പോകുന്നത്, നീ ഇത്രയും പേടി വെച്ചിരുന്നാലോ, നീ കുഴപ്പമില്ല, നീ തിരിച്ചു വെക്കുമെന്ന് പറഞ്ഞ് അവൻ. ഇല്ല സാരല്ല, നിങ്ങളുണ്ടല്ലോ, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ തന്നെ ഇവളും ചെല്ലുന്നു. അല്ല ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ടൊമോയ നീ എന്ത് ഈ ഗോസ്റ്റിന്റെ കാര്യത്തിൽ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? അല്ല നീ ആണല്ലോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ആദ്യം വന്നേ. അവനൊന്ന് ആലോചിച്ചിട്ട് എനിക്കറിയില്ല എന്നൊരു മറുപടി പറയുന്നു. ഇപ്പോഴാണ് നമ്മുടെ നായകനായിട്ടുള്ള ടൊമോയ അവൻ ആരാ എന്താന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കുന്ന, എല്ലാ സബ്ജക്റ്റിനും എ ഗ്രേഡുള്ള ഒരു സർവ്വം തികഞ്ഞ ഒരു നല്ല കുട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ നായകൻ. പക്ഷെ ഡീപ് ഡൗൺ ഹീസ് നോട്ട് ഹാപ്പി അറ്റ് ഓൾ. വീട്ടിൽ ഇവന്റെ മാർക്ക് ഷീറ്റ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ, നിന്റെ മാത്സ് നീ കഷ്ടി ശരിയാക്കിയിട്ടുണ്ട്, പക്ഷെ നിന്റെ ഇംഗ്ലീഷ് അത് നീ ശ്രദ്ധിക്കണം, നിനക്ക് പെട്ടെന്നൊന്നും അങ്ങ് ചിന്തിച്ച് എഴുതാൻ പറ്റുന്നില്ല, അതൊന്ന് നീ ക്ലിയർ ചെയ്യണം. ഓർക്കണം, എല്ലാ സബ്ജക്റ്റിലും എ ഗ്രേഡ് ഉള്ള ഒരുത്തിനോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഇവന്റെ അമ്മയെ സംബന്ധിച്ച് പഠിപ്പിൽ ഇവനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഇവൻ എല്ലാത്തിനും നല്ലപോലെ ആവണം എന്ന് പറഞ്ഞ് ഒരു ഫിക്സേഡായി നിൽക്കുക. ടൊമോയെ സംബന്ധിച്ച് അവന് പഠിപ്പിനോട് തീരെ താല്പര്യമില്ല, പക്ഷെ അവന് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കബോർഡിന്റെ ഉള്ളിലാണ് അവന്റെ സ്വപ്നം മൊത്തം ഇരിക്കുന്നത്. ആ ഒരു ക്യാൻവാസും കളേഴ്സും പെയിന്റും ബ്രഷും എല്ലാം തന്നെ. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ചെയ്യുന്ന കാര്യത്തിനെ ഒട്ടും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് ഇവനുള്ളത്. നീ എന്ത് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സ്ഥലം എത്തി എന്ന് പറഞ്ഞ് റിയോ വിളിക്കുന്നു. നോക്കുമ്പോൾ ഇവർ 3 പേരും ആ ഒരു പഴയ എയർപോർട്ടിന്റെ ആ ഒരു റൺവേയിൽ എത്തിയിട്ടുണ്ട്. ഇവരും കയ്യിലുണ്ടായിരുന്ന ആ ഒരു കമ്പിത്തിരി എല്ലാം കത്തിച്ചിട്ട് ആ ഒരു സമ്മർ ഗോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവരും വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരുട്ടായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ കൊണ്ടുവന്ന എല്ലാ കമ്പിത്തിരിയും തീർന്നു. അങ്ങനെ ലാസ്റ്റ് ആ ഒരു കമ്പിത്തിരിയും കൂടെ കത്തിച്ച് പിടിച്ച സമയത്ത് റിയോ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ശരിക്കും ആ ഒരു സമ്മർ ഗോസ്റ്റിനെ കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ചാണ് വന്നത്, പക്ഷെ സാരമില്ല, ഇപ്പോൾ നിങ്ങളെ കണ്ട് ഇങ്ങനെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ, അത് മതി. ഇന്നിങ്ങനെ പറഞ്ഞു തീർന്നതും പെട്ടെന്ന് ഇവർ തേടി വന്ന ആ ഒരു സമ്മർ ഗോസ്റ്റ് ആണ് ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ടൊമോയാണ് ഇവൾ ആദ്യം കണ്ടത്. നീയാണ് ഇവർ ഈ പറയുന്ന സമ്മർ ഗോസ്റ്റ് എന്ന് പറഞ്ഞ് അവളോട്. അതെ ഞാൻ തന്നെയാണ്, മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഗോസ്റ്റ് ആയിട്ട് കറങ്ങി നടക്കുന്ന എന്നിൽ നിന്നും നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത് എന്ന രീതിയിൽ ആ ഗോസ്റ്റ് ചോദ്യത്തിന്റെ അവസാനം ആ ഒരു ഗോസ്റ്റ് നമ്മുടെ അയോയെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് അയോയെ ആരാ എന്താന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. അയോയെ സംബന്ധിച്ച് അവൾ പാവമാണ്. ആക്ച്വലി അവൾക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് എന്ന് പറയാനും ആരുമില്ല, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് അവസ്ഥ. അതിനേക്കാൾ ഉപരി കുറെ ബുള്ളീസ് ഉണ്ട്, കുറച്ച് 2-3 പേര്. അവർ ഏത് നേരവും ഇവളെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവൾക്ക് സ്കൂളെന്ന് പറയുമ്പോൾ തന്നെ താല്പര്യമില്ലാത്തൊരു കാര്യമായിട്ട് മാറുന്നു. ഇവൾ കറക്റ്റായിട്ട് സ്കൂളിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എന്തിനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു തോട്ട് വെച്ചിട്ട് അവൾ ആ ഒരു സ്കൂളിന്റെ ബിൽഡിങ്ങിൽ നിന്ന് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കി. ഭാഗ്യത്തിന് അപ്പം അവിടെ ഉണ്ടായിരുന്ന 2 പയ്യന്മാരെ ഇവളങ്ങ് രക്ഷപ്പെടുത്തി. ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം അവൾ കറക്റ്റായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോഴാണ് ഈ ഒരു സമ്മർ ഗോസ്റ്റിന്റെ വിഷയം വരുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഗോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അയോയി വന്നിരിക്കുന്നത്. ഇവളുടെ ചോദ്യം എന്താണെന്നറിയോ, മരിച്ച് നമ്മൾ ഗോസ്റ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാ എല്ലാവരും കൂട്ടമായിട്ടാണോ കറങ്ങി നടക്കുന്നത്? അതിന് സമ്മർ ഗോസ്റ്റും അല്ല, മോസ്റ്റ്ലി ഒറ്റയ്ക്കായിരിക്കും. ആണല്ലേ, എനിക്ക് അതറിഞ്ഞാൽ മതി എന്നിവള്.
സോ ബേസിക്കലി ഇവളെങ്ങാനും മരിച്ച് ഗോസ്റ്റ് ആയിട്ട് മാറുവാണെങ്കിൽ അവിടെ ഇവളെ ബുള്ളി ചെയ്യാൻ വേണ്ടി വേറെ ഗോസ്റ്റുകൾ വരുമോ ഇല്ലയോ എന്നതാണ് ഇവൾക്ക് അറിയേണ്ടത്. ഇവിടെ നിങ്ങൾ കുറച്ച് പേര് ചിന്തിക്കും ഈ ബുള്ളി ചെയ്തുകൊണ്ട് സൂയിസൈഡ് ചെയ്യാന്ന് പറയുന്നതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ എന്ന് പറഞ്ഞു. ആക്ച്വലി ഇറ്റ്സ് നോട്ട്. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ there's an anime called a silent voice. ഒരു ഒബ്ജക്റ്റീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു മെഷർ അല്ല ഈ ഒരു ബുള്ളിനെസ്സും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നും പറയുന്നത്. ഇറ്റ്സ് വേ ടു സബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ അതിന് എത്രമാത്രം ആഴം ഉണ്ടെന്ന് ആ കുഴിയിലോട്ട് വീണവന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, വെൽക്കമിംഗ് ബാക്ക് ടു ദ സ്റ്റോറി. ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവായിരുന്നു ആവോയ്ക്ക് വേണ്ടത്. അപ്പോഴാണ് ടൊമോയ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കത്തിച്ച ഒരു കമ്പിത്തിരിയില്ല, അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തായിരിക്കും ഇങ്ങനെ എന്ന് പറഞ്ഞ് ടൊമോയും റിയുവും അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സമ്മർ ഗോസ്റ്റ് അവോയുടെ തൊട്ടടുത്ത് വന്നിട്ട് സത്യം പറ, നിന്റെ സ്കൂളിൽ നീ ഒറ്റപ്പെട്ട് നടക്കുമല്ലേ, നിനക്ക് അവിടെ കൂട്ടുകാരില്ല, നിന്നെ അവർ ബുള്ളി ചെയ്യുന്നു, അതുകൊണ്ടല്ലേ നീ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇത് കേട്ടത് ഭയങ്കര അത്ഭുതത്തോടെ അവോയെ ആ ഒരു ഗോസ്റ്റിനെ നോക്കുന്നു. അതിന് സമ്മർ ഗോസ്റ്റ് ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു എന്നല്ലേ. ആക്ച്വലി എന്നെ എല്ലാവർക്കും അങ്ങ് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ആരൊക്കെ അവരുടെ ജീവിതം അടുത്ത് മരണത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു അവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അവോയ്ക്ക് കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ തന്നെ ആയിരിക്കില്ല റിയോയും ടൊമോയും എന്ന് ഇവൾ ചിന്തിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ആകാശത്തിലേക്ക് പറയുന്ന ഈ ഒരു സമ്മർ ഗോസ്റ്റ്, ശരി നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നോട് എന്താ ചോദിക്കാനുള്ളത് എന്ന രീതിയിൽ റിയോനോടും ടൊമോയോടും അവൾ ചോദിക്കുന്നു. അതിന് ടൊമോയ, സോ സമ്മർ ഗോസ്റ്റ് നിങ്ങൾ, എനിക്കൊരു പേരുണ്ട് അയാനെ, സട്ടോ അയാനെ എന്ന് സമ്മർ ഗോസ്റ്റ് ഇവരോട്. അപ്പൊ അയനെ, ഈ മരിച്ച എല്ലാവരും ഗോസ്റ്റ് ആയിട്ട് മാറുമോ? അതിന് അയനെയും, ആവോ എനിക്കറിയില്ല, അത് പറഞ്ഞിട്ട് നിനക്ക് എന്തിനാ, മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഗോസ്റ്റ് ഈ ലോകത്തിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ഹൗ ഡു ഗോസ്റ്റ് പെർസീവ് ദിസ് വേൾഡ്, എനിക്ക് അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിനെങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയുമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ചിലതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഗോസ്റ്റായി മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അത്. അങ്ങനെ ഇവള് പറയുന്ന സമയത്ത് ഇവർ കത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പിത്തിരിയില്ല, അത് കത്തി കെടാറായി. ശരി, എനിക്കിപ്പോൾ പോകാൻ സമയം, നിങ്ങളെ 3 പേരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അയനെ അവിടെ നിന്ന് ഡിസപ്പിയർ ആവുകയാണ്. ഇവിടെ നമ്മുടെ റിയു മാത്രം അവളോട് അവസാനം വരെ ഒരു ചോദ്യം ചോദിച്ചില്ല. അവൾ പോയതിനു ശേഷം അപ്പോൾ ഗോസ്റ്റ് എന്ന് പറയുന്നതെല്ലാം സത്യമാണല്ലേ എന്ന് അവൻ സ്വയം പറയുന്നു. നമ്മുടെ റിയുവിന് ബാസ്കറ്റ് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ലോകത്ത് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അവന്റെ സന്തോഷം കണ്ടെത്തുന്നതും ആ ബാസ്കറ്റ് ബോളിലാണ്. പക്ഷെ അവനിപ്പോൾ ആ ഒരു ബാസ്കറ്റ് ബോൾ ഇപ്പോൾ കളിക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല. റിയുവിന് ഒരു ക്യാൻസർ വന്നിരിക്കുകയാണ്. അത് ദിവസങ്ങൾ പോകും തോറും തന്നെ സിവിയർ ആയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കഷ്ടിച്ചിനി 9 മാസം കണ്ടേ അവന് ബാക്കിയുള്ളൂ. സോ താൻ മരിക്കാൻ പോവാണെന്ന് പറയുന്നൊരു വാസ്തവം അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങാനും ഗോസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഇവന്റെ ആവശ്യം. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും വിളിച്ചപ്പോൾ ഇവനും അവൻ കൂടെ ചെന്ന് ആ ഒരു സമ്മർ ഗോസ്റ്റിനെ അങ്ങോട്ട് കാണാൻ വേണ്ടി ചെന്ന്. ബാക്കി 2 പേരെ പോലെ അല്ല റിയോ ഉള്ളത്. അവോയ്ക്കും ടൊമോയ്ക്കും അവരുടെ ലൈഫിൽ വലിയൊരു പ്രശ്നമുണ്ട്, അതിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് അറിയാൻ പറ്റാതെ ആ ഒരു ഇതിലാണ് അവർ സൂയിസൈഡ് തോട്ട്സ് കൊണ്ട് നടക്കുന്നത്. അവോയെ സംബന്ധിച്ച് സ്കൂളിൽ ഒറ്റപ്പെടുന്നു, ബുള്ളി ചെയ്യപ്പെടുന്നു, അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം അവൾക്ക് അറിയുന്നില്ല. സോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സൂയിസൈഡിലാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. അപ്പുറത്തെ ടൊമോയെ ആണെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ, ചെയ്യുന്ന കാര്യത്തിന് ഇഷ്ടപ്പെടാൻ പറ്റാതെ, ആ ഒരു കൺജഷനിൽ അവനൊന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാതെ എന്തിനിങ്ങനെ ജീവിക്കുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത് നല്ലതെന്നാണ് അവന്റെ വിചാരം. അവർ രണ്ടുപേർക്കും ഒരു ഈസി ഓപ്ഷൻ ആയിരുന്നു സൂയിസൈഡ്. പക്ഷേ റിയുവിനെ സംബന്ധിച്ച് ദാറ്റ്സ് നോട്ട് ഈവൻ ആൻ ഓപ്ഷൻ ഫോർ ഹിം. അപ്പം മരണം കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ഇവൾ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യം ഇവർ 3 പേർക്ക് അപ്ലൈ ആയി കഴിഞ്ഞു. അന്ന് സമ്മർ ഗോസ്റ്റിനെ കണ്ട ശേഷം ഇവർ 3 പേരും ചാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ദിവസം ഫോൺ കോളിൽ അവോയ് പറയുന്നു, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ ശരിക്കും സമ്മർ ഗോസ്റ്റിനെ കണ്ടെന്ന് പറയുന്ന കാര്യം, ഞങ്ങൾക്കും അങ്ങനെ തന്നെ അടി എന്ന് ഇവർ രണ്ടുപേരും സംസാരിച്ച്, ശരി ഓക്കെ കേസ് ഞാൻ വെക്കുമോ, ഞാൻ വീടെത്തിയെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കുന്നു ആര്, ടൊമോയ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീട്ടിലായിരുന്നില്ല. സമ്മർ ഗോസ്റ്റ് ആയിട്ടുള്ള അയനെ അവൻ എവിടെ കണ്ടു അതേ ആ ഒരു റൺവേയിലാണോ നിൽക്കുന്നത്. എന്തിനായിരിക്കും അവിടെ വീണ്ടും കാണാൻ വേണ്ടി. അന്നത്തെ പോലെ തന്നെ ഇവൻ കൊണ്ടുവന്ന കമ്പിത്തിരിയും കത്തിക്കുന്നു, അയനെ എത്തുന്നു. ആഹാ നീ വീണ്ടും വന്നോ, അന്ന് എന്നോട് ചോദിച്ചതൊന്നും മതിയായില്ലെന്ന് തോന്നല്ലേ, ഇപ്പൊ നിനക്ക് എന്നോട് എന്താ ചോദിക്കാനുള്ളത് എന്ന് അയനെ. ഇവനും ഇവന്റെ എല്ലാ പ്രശ്നവും ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാളും ജീവനോട്ടിരിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ഞാനെങ്ങാനും മരിച്ച് നിന്നെ പോലെ ഒരു ഗോസ്റ്റ് ആയിട്ട് മാറി എന്റെ പ്രശ്നമെല്ലാം പോകുന്ന എനിക്ക് തോന്നുന്നു. ഓ അങ്ങനെ, എന്നാ ശരി നീ എന്റെ കൂടെ വാ, ഈ ലോകത്ത് ഒരു ഗോസ്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവന്റെ കൈ ഇവള് പിടിച്ച് വലിക്കുന്നുണ്ട്. വലിച്ച പാടെ അവന്റെ ഉള്ളിലുള്ള അവന്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അത് പുറത്തോട്ട് വരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെ ഇവന്റെ ബോഡിയിൽ നിന്ന് അവന്റെ സോൾ തന്നെ സെപ്പറേറ്റ് ആവുകയാണ്. എന്റെ കൈ നീ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇവൾ ഒറ്റയടിക്ക് അങ്ങ് മുകളിലോട്ട് പറക്കുന്നു. ഇവനും ഇവളുടെ കൂടെ തന്നെ പറക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ അങ്ങ് ഇവന്റെ കൈ അങ്ങ് വിട്ടു. ചെറുക്കം പീടി വിട്ടത് നേരെ അങ്ങ് താഴോട്ട് വീഴാൻ തുടങ്ങി. ഭൂമിയിലെ തറയിലോട്ട് വീഴുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ തറയും കഴിഞ്ഞ് അവനൊരു വെള്ളത്തിലോട്ട് വീഴുന്നു. അവനും അത്ഭുതത്തോടെ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അയനെ അവിടേക്ക് എത്തുന്നത്. ഹേ സോറി, നീ വീഴുമ്പോൾ നിന്റെ ഫേസിലെ റിയാക്ഷൻ കാണാൻ വേണ്ടി ഞാൻ ചെയ്തത്, ഐ എം വെരി സോറി എന്നൊക്കെ പറഞ്ഞ അയനെ. ഓ ആ ചെറുക്കൻ്റെ പാതി ജീവൻ അവിടെ പോയി ആ വീഴ്ചയിൽ. ശരി ഞാൻ നിന്നെ പറക്കാൻ പഠിപ്പിക്കാം. നീ ആദ്യം നിന്റെ ഉള്ളിലേക്ക് നോക്ക്. അവിടെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതെന്താന്ന് കണ്ടുപിടിക്കുക. നിനക്ക് എവിടെ എത്തണം നീ ആഗ്രഹിക്കുന്നു അവിടേക്ക് നിന്റെ സോളും എത്തും. നല്ലപോലെ ആലോചിച്ചിട്ട് പറ നിനക്കിപ്പോൾ എങ്ങോട്ട് പോകണം. അവിടെ കെട്ടതിൽ ഇവർ രണ്ടുപേരും വലിയൊരു മ്യൂസിയത്തിലേക്ക് എത്തുന്നു. അവിടുത്തെ ഒരു പെയിന്റിംഗ് എക്സിബിഷനിൽ ഇവർ രണ്ടുപേരും നിൽക്കുന്നു. അപ്പോൾ നിനക്ക് പെയിന്റിങ്സ് ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന് അയനെ. യെസ് എനിക്ക് പെയിന്റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് എനിക്ക് വേണ്ടി ഞാനിപ്പോൾ വരയ്ക്കാറില്ല. ഐ ഗസ് ലൈഫിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ടൊമോയ അതാണ് നിന്റെ പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയാം, നീ ഇപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഇപ്പോൾ ഒരു ഗോസ്റ്റാണ്, നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. നിന്നോട് ചെയ്യേണ്ടെന്ന് പറയാനോ നീ ചെയ്തതിനോട് ദേഷ്യപ്പെടാനോ ഇവിടെ ഇപ്പോൾ ആരും വരത്തില്ല. ഇങ്ങനെ ഇവള് പറഞ്ഞതും ഇവൻ ഭയങ്കര സന്തോഷമായി. അതിന് ഇവർ രണ്ടുപേരും അവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു.
അതിനുശേഷം വലിയൊരു ടവറിന്റെ പൊക്കത്ത് കയറി ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് ആ ഒരു സിറ്റി മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ടൊമോയ അയനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ എന്തിനാ സൂയിസൈഡ് ചെയ്തത്? ഞാൻ സൂയിസൈഡ് ചെയ്തതല്ല ടൊമോയ, നീ നിന്റെ കഥ പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സൂയിസൈഡ് ചെയ്തതല്ല, എന്നെ ആരോ കൊന്നതാ. ഇത് കേട്ടത് ഇവനങ്ങ് ഞെട്ടിപ്പോവുക. തുടർന്ന് ഇവർ രണ്ടുപേരും ഒരു വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അത് അയാനയുടെ വീടാണ്. അവിടെ ഇപ്പോഴും അവളുടെ അമ്മ ഇവള് വരാൻ വേണ്ടി കാത്തിരിക്കുക. സ്വന്തം മകൾ മരിച്ചു എന്ന് പറയുന്ന കാര്യം ഈ അമ്മ അറിഞ്ഞിട്ടില്ല. മകളെ കാണാതായി, എന്നേലും ഒരു ദിവസം മകൾ തിരിച്ചു വരും എന്ന് പറയുന്നൊരു വിശ്വാസത്തിലാണ് ഈ അമ്മ ഇരിക്കുന്നത്. 3 വർഷം മുമ്പ് എനിക്കും എൻ്റെ അമ്മയുടെ ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട് വിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ വരുന്ന സമയത്ത് എന്നെ ഒരു കാർ അടിച്ചു. സിഗ്നൽ റെഡ് ആയിട്ടും ശ്രദ്ധിക്കാതെ വന്ന ഒരു കാർ അടിച്ച്. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ മരിച്ചത്. ഞാൻ അവിടെ അൺകോൺഷ്യസ് ആയിട്ടേ ഉള്ളൂ, ഞാൻ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ഏതൊരു ചെറിയൊരു പെട്ടിക്കുള്ളിൽ അടഞ്ഞു കിടക്കുമായിരുന്നു. പ്രോബ്ലി ഏതെങ്കിലും ഒരു സൂട്ട് കേസ് പോലെ. ആക്സിഡന്റ് ആയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഡ്രൈവർ എന്നെ ഒരു പെട്ടിക്കകത്തിട്ട് എവിടെയോ കൊണ്ട് കുഴിച്ചിട്ടു. എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആ കേൾക്കാൻ പറ്റിയത് ഇടയ്ക്കിടയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ ശബ്ദം മാത്രം. അതാണ് ഞാൻ ജീവനോടിരിക്കുന്ന സമയത്തുള്ള എൻ്റെ അവസാന ഓർമ്മ. അമ്മയ്ക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്ന കാര്യവും ഞാൻ മരിച്ചുപോയ കാര്യവും അറിയത്തില്ല. എന്നാലും ഒരു ദിവസം ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ലോകം മൊത്തം കറങ്ങണം, പ്രണയിക്കണം, കല്യാണം കഴിക്കണം, ഇങ്ങനെ ഒരുപാട്. അല്ല എന്നെ നിനക്ക് ഇപ്പോഴും എങ്ങോട്ട് വേണമെങ്കിലും പോവാലോ, അതിപ്പോൾ കാശ് പോലും കൊടുക്കണ്ട, അപ്പോൾ ലാഭമായില്ലേ എന്നിങ്ങനെ ടൊമോയ. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ നിന്റെ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ജലസിയൊക്കെ ഉണ്ട്. അല്ല നിന്റെ ബോഡി അയാൾ എവിടെ കുഴിച്ചിട്ട് നിനക്കറിയില്ലേ? ഞാൻ അന്വേഷിച്ചു കുറേ, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചാലും അതിൽ എനിക്കൊന്നും ചെയ്യാനുമില്ല. ബട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബോഡി കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ടൊമോയ, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ബോഡി എങ്ങാനും കിട്ടുവാണെങ്കിൽ എൻ്റെ അമ്മയോടെങ്കിലും എനിക്ക് പറയാൻ പറ്റുമല്ലോ, ഞാൻ മരിച്ചു, എനിക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കേണ്ടെന്നെങ്കിലും. ഇത് കേട്ടതും ടൊമോയ ഒന്നും മിണ്ടുന്നില്ല. ഓ ഐ ആം സോറി, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നീ എൻ്റെ അടുത്തേക്ക് വന്നു, അവസാനം ഞാൻ നിന്നോട് ഹെൽപ്പ് ചെയ്യുന്നു. ഞാനിങ്ങനെ ചോദിച്ച കാര്യം നീ അങ്ങ് മറന്നേക്കട്ടോ, അപ്പോൾ ശരി പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഡിസപ്പിയർ ആവുന്നു. പക്ഷെ അയനെ പറഞ്ഞ കാര്യം ഇവൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുക. പിറ്റേ ദിവസം ടൊമോയ ആ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് ചെല്ലുന്നു. അതെല്ലാം കണ്ട് അവൻ തിരിച്ചു വരുന്ന സമയത്ത് അവൻ്റെ അമ്മയെ അവൻ റോഡിൽ വെച്ച് കാണുക. സ്കൂളിൽ പോകാൻ നീ എങ്ങോട്ട് ഈ കറങ്ങോട് നടക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. ഫ്രണ്ടോ? എനിക്ക് മനസ്സിലായില്ല. നിന്റെ ഫ്യൂച്ചറിനേക്കാളും നിനക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിന്റെ കുറച്ച് ഫ്രണ്ട്സ്. അടുത്ത ആഴ്ച ഞാൻ നിന്റെ സ്കൂളിലോട്ട് വരുന്നുണ്ട്, ഞാൻ അപ്പം ശരിയാക്കി തരാം. ഇത് കേട്ടത് ഇവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ അപ്പം തന്നെ കാർ വിട്ടിറങ്ങി അവൻ അവിടെ നടന്നു പോവുക. നേരെ ഒരു കടയിൽ ചെന്ന് കുറച്ച് കമ്പിത്തിരി വാങ്ങിച്ച് അവൻ നേരെ അയനെ കാണാൻ വേണ്ടി ചെല്ലുക. ഇങ്ങനെ ഇവൻ ഈ ഒരു കമ്പിത്തിരി എല്ലാം വാങ്ങിച്ച് പോകുന്ന കാര്യം മോളിൽ നിന്ന് നമ്മുടെ റിയോ കാണുന്നുണ്ട്. അവൻ പിന്നെ അത് വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇവന് നേരെ അയനെ ചെന്ന് കാണുന്നു. കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവളുടെ ബോഡി അന്വേഷിക്കാൻ തുടങ്ങുന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും അത് കണ്ടുപിടിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയില്ല. അയനെ ഐ എം വെരി സോറി, എനിക്ക് നിന്റെ ബോഡി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് സാരമില്ല, നിനക്ക് ഹെൽപ്പ് ചെയ്യാനെങ്കിലും തോന്നിയില്ല, അത് മതി. എനിക്ക് ഈ വർഷം എൻട്രൻസ് എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് ഞാൻ ഏതെങ്കിലും ഒരു കോളേജിൽ കയറും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ എത്രമാത്രം പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ നമുക്ക് ഈ ഒരു അന്വേഷണം എന്തായാലും ഇവിടെ വെച്ച് നിർത്താം. പിന്നെ സമ്മർ സീസണും തീരാറായി, അതുകൊണ്ട് ഇതൊരു നല്ലൊരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. നിനക്കൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഞാൻ ഒരിക്കലും മാറത്തില്ല. എന്നേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിന്റെ ലൈഫിൽ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ശരി, എന്നാൽ നാളെ ഇവനെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ടൊമോയ അവിടെ നിന്ന് പോവാം. പിറ്റേ ദിവസം ഇവൻ നേരെ ബാക്കി രണ്ടുപേരെ വിളിക്കുന്നു. റിയുനെയും അയോനെയും രണ്ടുപേരും വിളിച്ച് അവർ കഫേയിൽ ഇരുത്തിയിട്ട് അവൻ ആ കാര്യം പറയുന്നു. ഗൈസ്, എങ്ങനെയെങ്കിലും അയനയുടെ ശരിക്കുള്ള ബോഡി കണ്ടുപിടിക്കണം, നിനക്കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ റിയു, ഞാൻ വിചാരിച്ച് ഇതുപോലെ വല്ലതും ആയിരിക്കുമെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവളെ കാണുന്നുണ്ടല്ലേ, നിനക്കെന്താ ഒരു പ്രയത്തിനോട് പ്രേമമാണോ? അതൊന്നുമല്ല എന്ന് ടൊമോയ. എനിവേ എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. സ്വന്തം ജീവനെടുത്ത് അവളുടെ ബോഡി കണ്ടുപിടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇവനെ സംബന്ധിച്ച് അവന് ജീവിക്കാൻ ലൈഫ് ഇല്ലെന്നുള്ള കാര്യമാണ്. ഇവരെല്ലാവരും വിചാരിക്കുന്നത് അയനെ സൂയിസൈഡ് ചെയ്തിട്ടാണ് മരിച്ചേക്കുന്നത് എന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്വന്തം ജീവൻ എടുത്തിട്ട് അവളുടെ ബോഡി തേടണം എന്ന് പറഞ്ഞ് ഇപ്പോൾ വരുന്നതിൽ വലിയ പോയിന്റ് ഇല്ല എന്നാണ് അവൻ പറയുന്നത്. റിയോ അങ്ങനെയല്ല, അവൾ മരിച്ച അവളുടെ തെറ്റുകൊണ്ടല്ല, ഇത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ്, ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ലൈഫ് മൊത്തം ഞാനത് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈഫ് മൊത്തം അല്ലേ? വെൽ, ഗുഡ് ലക്ക് ഓൺ ദാറ്റ്. എനിക്ക് ആ ഒരു ലക്ഷ്യം ഇല്ല, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം നമ്മുടെ ടൊമോയ്ക്ക് മനസ്സിലായില്ല. റിയോ ഇങ്ങനെ പോയതും അവന്റെ പിന്നാലെ തന്നെ അവയും ചെല്ലുന്നുണ്ട്. ടൊമോയും ഇനി ആരെയും കാത്തിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് ഇവൻ ഒറ്റയ്ക്ക് അയനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അയനെ വന്നതും എന്തൊരു ടൊമോയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല, നമുക്ക് എന്തായാലും നിന്റെ ബോഡി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഇവർ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇതേ സമയം അപ്പുറത്ത് റിയോന്റെ പിന്നാലെ തന്നെ അവയും ചെല്ലുന്നുണ്ടല്ലോ. അവനെ ഓടുവരുന്നു, അവന്റെ പിന്നാലെ തന്നെ ഇവളും ചെല്ലുന്നു. അവസാനം ഒരു പാലത്തിന്റെ അവിടെ വെച്ചിട്ടാണ് അവനെ കാണുന്നത്. അവന് കൂടുതൽ ഓടാനും പറ്റുന്നില്ല അവന്റെ ശരീരം വെച്ചിട്ട്. എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത്? എന്നെ വെറുതെ വിട്ടൂടെ പ്ലീസ്. എനിക്കറിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും കണ്ടത് വലിയൊരു തെറ്റാണ്. ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പോലും ഹേർട്ട് ആവത്തില്ലായിരുന്നു. എന്തിനിപ്പോൾ എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ എന്തിനും നിങ്ങളെ കണ്ട് ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങുന്നു. അപ്പം മെല്ലെ ആവോ ഇവന്റെ അടുത്ത് വന്നിരുന്നിട്ട്, റിയോ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അറിഞ്ഞാൽ പോലും അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ അഭിനയിക്കാനും ഞാൻ നിൽക്കുന്നില്ല. ബട്ട് എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്കണം. എൻ്റെ സ്കൂളിൽ എന്നെ ഒരുപാട് പേര് ബുള്ളി ചെയ്യാറുണ്ട്, അതെന്നെ വല്ലാണ്ട് ബാധിച്ചു. എനിക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ തന്നെ അവിടെ ഇല്ലാണ്ടായി. ഞാൻ സൂയിസൈഡ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു ഗോസ്റ്റിനെ തേടി വന്നില്ലേ, പുതിയ ഉത്തരങ്ങളിലേക്കുള്ള എൻ്റെ ഒരു തേടലായിരുന്നത്. നിനക്കും എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാവും, അതേപോലെ തന്നെയാണ് ടൊമോയ്ക്കും. നമ്മൾ 3 പേരും പരിചയപ്പെട്ടതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇങ്ങനെ ആവോ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അതേസമയം അപ്പുറത്ത് അവർ രണ്ടുപേരും എത്ര നോക്കിയിട്ടും അവളുടെ ബോഡി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നേരവും പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ കൊണ്ടുവന്ന എല്ലാ കമ്പിത്തിരിയും തീർന്നു. കത്തിക്കാൻ കമ്പിത്തിരി ഇല്ലാത്തതുകൊണ്ട് അയനെ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിടന്ന് അലറുന്നുണ്ട്. പക്ഷെ അവളെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ആർക്കോ വലിയ ഹെൽപ്പ് വേണമെന്നാണല്ലോ തോന്നാവോ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഇവർ രണ്ടുപേരും അങ്ങ് നടന്നു വരുന്നു. അവരും കമ്പിത്തിരി വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇവരെ കണ്ടത് ടൊമോയ അപ്പം തന്നെ, ഗൈസ് ഐ എം വെരി സോറി, നിങ്ങളുടെ കാര്യം പോലും ആലോചിക്കാതെ ഞാൻ ഭയങ്കര സെൽഫിഷ് ആയിട്ട് ആക്ട് ചെയ്തു, ഐ എം വെരി സോറി. ടൊമോയ, നിന്നെ പോലുള്ളവന്മാരൊക്കെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, ബട്ട് എന്ത് ചെയ്യാൻ പറ്റും?
പറ്റും, നീ എൻ്റെ ഫ്രണ്ടായി പോയി, അതുകൊണ്ട് ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യുക. താങ്ക്സ് വല്ലതും പറയാനുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ആവോയോട് പറഞ്ഞാൽ മതി. തുടർന്ന് ഇവർ 3 പേരും ആ ഒരു കമ്പിത്തിരി കത്തിച്ചിട്ട് അയനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവളും വരുന്നു. എന്നിട്ട് ഇവർ 4 പേരും ചേർന്ന് ഇവളുടെ ബോഡി അന്വേഷിക്കുക. ആളുകൾ കൂടി കഴിയുമ്പോൾ എന്തായാലും കൂടുതൽ സ്ഥലം കവർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് 4 ആളും 4 സ്ഥലത്തിലേക്ക് നോക്കി ചെല്ലുന്നു. തനിക്ക് വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ 3 പേരും നിൽക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യം ആലോചിക്കുമ്പോൾ ഇവൾക്കും ഭയങ്കര ഹാപ്പി ആവാണ്. ആർക്ക്? അയനയ്ക്ക്. അവൾ അപ്പം തന്നെ ടൊമോയെ നോക്കിയിട്ട് എന്ത് സംഭവിച്ചാലും ഇവർ 2 പേരും നീ കൈവിടരുത്, ഇവർ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ടൊമോയ എന്ന് ഇവനോട്. അപ്പോൾ അവിടേക്ക് വരുന്ന ആവോയി ഞാൻ ഒരു സൂട്ട് കേസ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ഇവരോട് വന്ന് പറയുന്നു. ഇവരും അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് വിചാരിച്ച പോലെ തന്നെ ഇവളെ ഇട്ട് വെച്ചിരിക്കുന്ന അതേ പെട്ടി തന്നെയാണത്. അത് അവൾക്ക് കണ്ടപ്പോൾ തന്നെ പറയാൻ പറ്റി. തുടർന്ന് റിയോയും ആവോയും അവരുടെ ബോഡിയിലോട്ട് തിരിച്ചു പോരുന്നുണ്ട്. ടൊമോയ്ക്കാണെങ്കിൽ സങ്കടം, ഇനി ഇവളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു കാര്യം ആലോചിച്ചിട്ട്. ഇനി നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു. ബട്ട് സത്യമായിട്ടും നിങ്ങളോട് സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും ഞാൻ മറക്കത്തില്ല. പിന്നെ നിന്നോട് പ്രത്യേകിച്ച് ഒരു കാരണവശാലും നിന്റെ ഈ ജീവിതം നീ കളഞ്ഞു കുളിക്കരുത്. നീ ഇനിയും ജീവിക്കണം. നിന്റെ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് വൈകാതെ കിട്ടിക്കോളും. വെറുതെ എടുത്തിയാടി നീയായിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ നിൽക്കണ്ട. തുടർന്ന് ഇവനും അവരെ ശരിക്കുള്ള ബോഡിയിലോട്ട് തിരിച്ചെത്തുന്നു. തുടർന്ന് ഇവർ 3 പേരും കൂടെ ആ ഒരു സൂട്ട് കേസ് എവിടെയാണോ ഉള്ളത് ആ ഒരു ലൊക്കേഷനോട് ചെല്ലുന്നു. ഇവരും അങ്ങോട്ട് ചെല്ലുന്നു. അതാണ് ഈ കാടൊക്കെ പിടിച്ച ഒരു പഴയ സ്റ്റേഷൻ പോലെയുണ്ട്. ഇവരും വേഗം തന്നെ ഓടി അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ ഓടി പോകുന്ന സമയത്ത് റിയോയ്ക്ക് ശ്വാസം മുട്ടി നിൽക്കുക. അവനെ കൊണ്ട് അധികം ഓടാൻ പറ്റുന്നില്ല. ഗൈസ് നിങ്ങൾ വിട്ടോ, ഞാൻ എന്തായാലും പിന്നാലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും അവൻ പറഞ്ഞു കൊടുത്തു. തുടർന്ന് ഇവർ 2 പേരും മാത്രം ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഒരു ഗേറ്റിന്റെ അപ്പുറത്താണ് ആ സ്ഥലമുള്ളത്. അവൻ ഒട്ടും ആലോചിച്ചില്ല, വേഗം തന്നെ ആ ഒരു ഗേറ്റും ചാടി മുള്ളുകമ്പിയും കടന്ന് അവൻ അപ്പുറത്തോട്ട് ചെല്ലുക. ബട്ട് അവളെയും കൊണ്ട് അത് പറ്റുന്നില്ല. തുടർന്ന് ടൊമോയെ മാത്രമാണ് ആ ഒരു പെട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ളോട്ട് ചെല്ലുന്നത്. അവൻ വേഗം തന്നെ ആ ഒരു സൂട്ട് കേസ് ഉള്ള സ്ഥലം ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക. മുകളിലെ മണ്ണെല്ലാം കളഞ്ഞ അവൻ ഒരു സൂട്ട് കേസിന്റെ ഒരു ചെറിയ ഭാഗമെല്ലാം കണ്ട സമയത്ത് അവൻ പെട്ടെന്ന് അങ്ങ് വിറച്ച പോലെ അവിടെ നിന്ന് പോവുക. എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. ടൊമോയെ അനങ്ങുന്നില്ല. അവയ്ക്ക് മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ അവൻ വേറെ ഏതൊരു സ്ഥലത്താണ് ഉള്ളത്. അവൻ ചുറ്റും വെള്ള കളറിൽ തൊട്ട് ഫ്രണ്ടിൽ അയന നിൽക്കുന്നുണ്ട്. അവൾ പറയുന്നു, നിന്റെ ബോഡി വിട്ട് നിന്റെ സോൾ ഒരുപാട് നേരം പുറത്തു വന്നു, അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരാണ് ഡെത്ത്. ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ എന്തും ചെയ്യാം. ആരും തന്നെ നിന്നെ തടയാൻ വരത്തില്ല. ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഓരോ സ്ഥലമായിട്ട് അത് മാറുകയാണ്. ക്ലാസ് റൂം ആയിട്ടും ആ ഒരു മ്യൂസിയം ആയിട്ടും അതേപോലെ തന്നെ ഒരു പാർക്ക് പോലെയൊക്കെ മാറുന്നുണ്ട്. വൺസ് ഇതൊന്ന് കത്തി തീർന്നു കഴിഞ്ഞാൽ നീ പൂർണ്ണമായിട്ടും റിയൽ വേൾഡിൽ നിന്ന് പുറത്തു വരും. അതോടെ തന്നെ എല്ലാം അവസാനിച്ചോളും എന്നും പറഞ്ഞ് അയനെ ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് നേരെ ഇവന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇവനും തന്റെ എല്ലാ പ്രശ്നവും ഇതോടെ തന്നെ തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കത്തിക്കാൻ വേണ്ടി അവന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അവനും അതിന്റെ ആ ഒരു ടിപ്പ് അങ്ങ് കത്തിച്ചു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ടൊമോയ എന്ന് പറഞ്ഞിട്ട് റിയോ പുറത്തുനിന്ന് അലറുക. നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എഴുന്നേക്ക് അവിടെ നിന്ന്. ഞങ്ങൾ 2 പേരെക്കാൾ ഇത് വേണമെന്ന് പറഞ്ഞാൽ നീയാണ്. എന്നിട്ട് അവസാനം നീ തന്നെ ഇത് വിടാൻ വേണ്ടി നിൽക്കുവാണോ? മറ്റേക്ക് എഴുന്നിട്ട് വാടാന്ന് പറഞ്ഞിട്ട് അവൻ ഒരേ അലർച്ച. റിയോന്റെ ആ ഒരു അലർച്ച ഇവനിലേക്ക് എത്തി, ടൊമോയിലേക്ക് എത്തി. ഇല്ല, ഇത് ശരിയാവില്ല, എനിക്ക് തിരിച്ചു പോകണം. അവൻ ആ ഒരു സ്ഥലം വിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്തിനാ ടൊമോയ നിന്നെ ഇത്രയും കഷ്ടപ്പെടുത്ത അതേ ലോകത്തിലൂടെ നിനക്ക് തിരിച്ചു പോകണം നീ പറയുന്നത്? വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്തിനു വേണ്ടി നീ ചെയ്യുന്ന ടൊമോയ? പ്ലീസ് എന്നോട് പറയാന്ന് പറഞ്ഞ് അയനെ കടന്ന് അലർന്നു. നീ പറഞ്ഞതിൽ വാസ്തവമുണ്ട്. ഇത്രയും നാളത്തെ എൻ്റെ ലൈഫ് അത്ര നല്ല ഒന്നായിരുന്നില്ല. പക്ഷെ ഇതോടെ എൻ്റെ ലൈഫ് തീർന്നിട്ടില്ല. എനിക്ക് ഇനിയും ബാക്കിയുണ്ട്. ഇനി എങ്ങനെ എൻ്റെ ലൈഫ് ഇതിനേക്കാൾ മിസറബിൾ ആയി കഴിഞ്ഞാൽ റിയുവിനെ പോലെയോ അവനെ പോലെയോ കൈ പിടിച്ച് തരാൻ വേണ്ടി ആരെങ്കിലും ഒരാളുണ്ടാവും. അത് മാത്രമല്ല, നീ എൻ്റെ അയനെയല്ല, മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ലൈഫിലെ മറ്റൊരു പാർട്ട് മാത്രമാണ് നീ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവന്റെ ഫ്രണ്ട് നിൽക്കുന്ന അയനയുടെ രൂപം മാറി ഇവന്റെ രൂപമായിട്ട് മാറുന്നു. എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും അയനയുടെ ബോഡി കണ്ടുപിടിക്കണം. അവളുടെ ടൈം കഴിഞ്ഞു, പക്ഷെ എൻ്റെ ടൈം ഇനിയും ബാക്കിയുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം അത് എൻ്റെ ആയിരിക്കും. പക്ഷെ അതുവരെ എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഫ്രണ്ടിലുണ്ടായിരുന്ന രൂപം അവിടുന്ന് മറഞ്ഞു പോകുന്നു. അവന്റെ മുമ്പിൽ അവൻ കത്തിച്ചു വിട്ട ആ ഒരു കമ്പിത്തിരി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അവനത് അടച്ച ഉടനെ തന്നെ അവൻ തിരിച്ച് റിയൽ വേൾഡിലോട്ട് എത്തുന്നു. അവളുടെ ബോഡിയുള്ള ആ ഒരു സൂട്ട് കേസും അവൻ കുഴിച്ചെടുക്കുന്നു. ഇതേ സമയമാണ് അവന്റെ ഉള്ളിൽ അവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം അവനും തിരിച്ചറിയുന്നത്. അവന്റെ കബോർഡിൽ അവൻ തന്നെ പൂട്ടി വെച്ച് അവന്റെ ആ ഒരു ക്യാൻവാസും പെയിന്റിങ്സും അവനെ പെട്ടി പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അയനയുടെ ബോഡിയും ഉണ്ട്. അവസാനം അയനെ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കണ്ണറിയാതെ നിറഞ്ഞു പോകുന്നു. അപ്പൊ പെട്ടെന്ന് അയനെ തന്നെ നേരിട്ട് വന്ന് ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറയുന്ന പോലെ തോന്നലല്ല ഇവന് വരിക. അവിടെ കെട്ടിയതിൽ അയനയുടെ അമ്മയെ കാണിക്കുക. അവർക്ക് അയനയുടെ കഴുത്തിലൊരു നെക്ലസ് ഉണ്ടായിരുന്നു. ആ നെക്ലസ് കൊണ്ടുവച്ചിട്ട് തന്റെ മകൾ മരിച്ചു എന്നും ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊരു കാര്യവും കൺവേ ചെയ്ത് കൊടുത്തു. അങ്ങനെ മാസങ്ങൾ പോവുകയാണ്. ഓരോ സീസണും മാറുന്നു. അടുത്ത വർഷം സമ്മർ ആയ സമയത്ത് അയനെ എവിടെയാണോ കണ്ടേ അതേ ആ ഒരു പഴയ ആ ഒരു എയർപോർട്ടിന്റെ അവിടെ ചെന്നിട്ട് ഇവർ 3 പേരും ആ ഒരു കമ്പിത്തിരി കത്തിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് 2 പേരുടെയും ലൈഫൊക്കെ? ലൈഫ് പെട്ടെന്നൊരു സുപ്രഭാതി മാറിയിട്ടൊന്നുമില്ല, ഏതാണ്ട് അതേപോലൊക്കെ തന്നെ. എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഈ ഒരു സിറ്റിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. സോ ടൊമോയ അമ്മ പറയുന്നത് കേൾക്കാതെ അവന്റെ പാഷനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. തുടർന്ന് വീട് വിട്ടിറങ്ങി അവന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്റെ കാര്യത്തിന് വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ. ഇവിടെ ബുള്ളി ചെയ്ത പിള്ളേരുടെ അടുത്ത് ഇവള് മിണ്ടാതെ പോകുന്നതിന് പകരം മറുപടി കൊടുക്കാനും ഇവള് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ടൊമോയ സത്യം പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് എന്റെ കാര്യം ഓർത്ത് എനിക്ക് തന്നെ ഡൗട്ട് വരാറുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ സ്വയം ആലോചിക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ള പേടിയും ഡൗട്ടും എല്ലാം പെട്ടെന്ന് കാണാതോ. എന്റെ ലൈഫിലേക്കുള്ള എനിക്കുള്ള ഡിസിഷൻ ഞാൻ തന്നെ എടുക്കാൻ തീരുമാനിച്ചു. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഫീൽസ് ഗുഡ്. അതെന്തായാലും നന്നായി എന്ന് റിയോ. അപ്പോഴാണ് അവൻ കത്തിച്ചുകൊണ്ടിരുന്ന അവന്റെ ആ ഒരു കമ്പിത്തിരി അത് തീരാറാവുന്ന കാര്യം ഇവർ ശ്രദ്ധിക്കുന്നത്. എനിക്കപ്പോൾ പോകാനുള്ള സമയമായെന്ന് തോന്നുന്നതെന്ന് ഇവൻ. നിങ്ങളായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല
പറയുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സിൻസ് ഞാൻ പോയ സമയത്ത് എനിക്ക് ഗുഡ് ബൈ പറയാൻ പറ്റിയില്ലല്ലോ. എന്താ എല്ലാം എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്ന കാര്യമായിരിക്കും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ അവസാനം ഞാൻ എൻ്റെ മേലെ വെച്ച വിശ്വാസം തന്നെയാണ് കുറച്ച് മാസങ്ങളെങ്കിലും എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയ. ഇത് കേട്ടതും അവയെ കരയാൻ തുടങ്ങുവാണ്. അവ നീ എന്ത് ചെയ്യുന്നേ? മരിച്ച് മാസങ്ങളായ ഒരുത്തിന് വേണ്ടി നീ ഇപ്പോഴും കരയുവാണോ? കരയണ്ട, ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് റിയു. സോ റിയു അവൻ്റെ ക്യാൻസർ മൂലം തന്നെ അവൻ മരിച്ചു പോകുന്നു. ഇപ്പോൾ പോലും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഗോസ്റ്റാണ്. എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മാറും. എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും മാറും. ഉള്ള ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കട്ടെ ടൊമോയ അവോയി എന്ന് പറഞ്ഞ് റിയോ അവിടുന്ന് ഡിസപ്പിയർ ആവാണ്. ഇവർ രണ്ടുപേരുടെ മുഖത്തും ചെറിയൊരു പുഞ്ചിരി എല്ലാം വന്നിട്ട് അവരും അവിടെ നടന്നു പോകുന്ന ആ ഒരു ഷോട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ഐ വോണ്ട് ഈറ്റ് യുവർ പാൻക്രിയാസ് എന്ന് പറയുന്ന ആ ഒരു പടം ഉണ്ടല്ലോ, അതിലെ വൺ ഓഫ് ദ മെയിൻ ഇല്ലുസ്ട്രേറ്റർ ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. അദ്ദേഹം തുടങ്ങിയ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ആയിട്ടുള്ള ഫ്ലാറ്റ് സ്റ്റുഡിയോയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ഈ ഒരു പടം. ഫീച്ചർ ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഷോർട്ട് ഫിലിം. ഒരു 40 മിനിറ്റ് വരുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണത്. ഇതേ പേര് തന്നെയുള്ള മാംഗ ലൈറ്റ് നോവൽ അഡാപ്റ്റേഷൻ ആണത്. കുറച്ചും കൂടെ കൂടുതൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റിയും ആ ഒരു വേൾഡിനെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഈ ഒരു പടം പണ്ട് എപ്പോഴും ഡൗൺലോഡ് ചെയ്തിട്ട് സിസ്റ്റത്തിനകത്ത് കയറ്റി കിട്ടും. അന്ന് ഫോർ സം റീസൺ ഞാൻ അതിന് ഫയൽ നെയിം കൊടുക്കാത്തതുകൊണ്ട് എന്തൊരു നമ്പറൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു ഫയൽ നെയിമായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു ദിവസം റാൻഡം ആയിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു ഫയൽ കാണുന്നത്. അപ്പോൾ ഇരുന്ന് നോക്കിയപ്പോൾ 40 മിനിറ്റ് എന്നാൽ പിന്നെ കണ്ടേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടു. അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ ഹാർഡ് ഡ്രൈവിൽ ഈ ഒരു പടം കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുമ്പോഴേക്കും ഞാൻ ഈ ഒരു പടം ഇങ്ങനെ എടുത്തെടുത്ത് കാണുന്നത്. ഇന്ത്യ സിനിമകൾ, ഇന്ത്യ ആനിമേഷൻ മൂവീസ് ഒക്കെയാണ് എന്നെ സംബന്ധിച്ച് അത്രയും ജെന്യൂൻ ആയിട്ടുള്ള സിനിമകൾ. അത് ഇതുപോലെയുള്ള ഇന്ത്യ സിനിമകളൊക്കെ കാണുന്നവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ഫ്ലോ എന്ന് പറയുന്ന ഒരു പടം ഞാൻ കണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക ലാംഗ്വേജ് ഇല്ല, ഇൻഫാക്ട് അതിന് ഡയലോഗേ ഇല്ല. ഒരു പൂച്ചയും പിന്നെ വേറെ കുറച്ച് മൃഗങ്ങളൊക്കെ ചേർന്ന് കൂടുന്ന ഒരു സർവൈവൽ പടം. ആ പടത്തിന് അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ കാണണം. ഗീൻ സിയാബലോഡിസ് എന്ന് പറയുന്ന ഒരു ലാറ്റ്വിയൻ ഡയറക്ടറാണ് ആ പടം എടുത്തിരിക്കുന്നത്. ഫ്ലോയിന്റെ ഡയറക്ടറും റൈറ്ററും അതിന്റെ സ്കെച്ചിങ്ങും ആനിമേഷനും മ്യൂസിക്കും സർവ്വ സാധനവും ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഒരു പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ ഫ്ലോ കണ്ട ശേഷമാണ് ഇദ്ദേഹത്തിന്റെ വേറെ കുറെ പടം ഉണ്ടായിരുന്നു പണ്ടത്തെ, അതും എടുത്ത് കണ്ടുനോക്കി. അതിൽ ഈ ഒരു പെർഫെക്ഷൻ ഇല്ലെന്ന് പറഞ്ഞാലും അതിനും അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു. സോ ഓൾവേസ് ഇന്ത്യ ഫിലിംസ് ഹിറ്റ്സ് വെരി ഹാർഡ്. ആ കൂട്ടത്തിൽ ഒഴിച്ചു വെക്കാൻ പറ്റാത്ത ഒരു പ്രധാന പടം തന്നെയാണ് ഈ ഒരു പടമായിട്ടുള്ള സമ്മർ കോസ്റ്റ്യൂം. പടം കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫ്ലോ എന്ന് പറയുന്ന പടത്തിന്റെ ഫയൽ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ ആകെ 2-3 സൈറ്റിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലെറ്റർ ബോക്സിൽ ഞാൻ അതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവിന്റെ കമന്റ്സ് നോക്കിയാൽ മതി, ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം പൈറസിയാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വല്ല് തരും. അതുകൊണ്ട് ലെറ്റർ ബോക്സിൽ ആ റിവ്യൂവിന്റെ കമന്റ്സിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളായിട്ട് തപ്പാനാണെങ്കിലും അത് കിട്ടുകയൊക്കെ ചെയ്യും, ഇച്ചിരി തേടണമെന്ന് മാത്രം. സോ മറ്റൊരു ദിവസം മറ്റൊരു സിനിമയായിട്ട് കാണുന്നവരെ ബൈ.